ഇന്നേ നമുക്ക് കിട്ടിയിരിക്കണ പിരാന മീനാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ മീൻ രണ്ടെണ്ണം എടുത്തൊന്ന് പൊള്ളിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉള്ളതിൽ വലിപ്പമുള്ളത് വെച്ചിട്ട് രണ്ടെണ്ണം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ മസാല പുരട്ടാൻ വേണ്ടിയിട്ട് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ മീനിൽ. അപ്പോൾ ഇതിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പ് വിനാഗിരി ഇത് മൂന്നും ചേർത്തൊന്ന് പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഈ മീനിൻ്റെ മേളിലൊന്ന് പുരട്ടി കൊടുക്കാം. അപ്പം മീനിലെല്ലാം മസാല പുരട്ടിയൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു സവാളയും 2 തക്കാളിയും 2-3 പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പിലയൊക്കെ കൂട്ടിയെടുത്ത് ഇതിനൊരു ഗ്രേവി ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇത്രയും ചേർത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് ഇതൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ കുറച്ച് കുരുമുളക് ചതച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ കുറച്ച് ഗരം മസാലയും. അപ്പോൾ നമ്മുടെ ഗ്രേവിക്കുള്ളതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു വാഴയില വെട്ടി അതൊന്ന് വാട്ടിയെടുത്തിട്ട് അതിനകത്തേക്ക് ഈ മീനും ഈ ഗ്രേവിയൊക്കെ കൂടി ഒന്ന് പൊള്ളിക്കാൻ പാകത്തിന് സെറ്റ് ചെയ്ത് വയ്ക്കാം. കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതിന് ശേഷം അത് നന്നായിട്ടൊന്ന് കെട്ടിയെടുത്തിട്ട് നമുക്കൊരു പാൻ വെച്ച് ചൂടായി വരുമ്പോൾ കുറച്ച് എണ്ണയൊക്കെ പുരട്ടിയിട്ട് നമുക്കത് പൊള്ളിക്കാൻ വേണ്ടി വയ്ക്കാം. ഒരു 45 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചും തിരിച്ചൊക്കെ ഇട്ടിട്ടൊന്ന് പൊള്ളിച്ചെടുക്കാം കേട്ടോ. അവസാനം നമ്മുടെ മീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. വാഴയിലൊക്കെ ശരിക്കും കരിഞ്ഞ് അപ്പോൾ നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ ഗൈസ്. സംഭവമൊക്കെ പൊള്ളി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. സത്യമായിട്ടും ഗൈസ് നല്ല മണം വരുന്നുണ്ട്, നല്ല സ്മെല്ലുണ്ട്. നമുക്കിനി ഇതൊന്ന്
ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു ചെറിയൊരു പീസ് എടുത്ത് കഴിച്ച് നോക്കട്ടെ കേട്ടോ, എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. സംഭവം അടിപൊളിയാണ് ഗൈസ്, നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. പക്ഷെ കുറച്ചുകൂടി ഒന്ന് വേവാനുണ്ട് കേട്ടോ. ഇതാ ഗ്രേവി കൂട്ടി കഴിക്കുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ആ ഒരു ഒന്നുകൂടി അതിനൊരു ടേസ്റ്റ് തോന്നണേ. സംഭവം കൊള്ളാം. അപ്പോൾ പിന്നെ ഊണ് കഴിക്കട്ടെ ഗൈസ്. നമുക്കൊന്ന് ചോറിന് സാമ്പാറുണ്ട്, പപ്പടമുണ്ട്, പിന്നെ നമ്മുടെ പിരാന പൊള്ളിച്ചതുമുണ്ട്. അപ്പോൾ കഴിക്കട്ടെ ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം ഗൈസ്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.